ഇത് വ്യാജനാണ്, ഇത് റിയൽ അല്ല. സോ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പൈസേനെക്കുറിച്ചും ജോലിനെക്കുറിച്ചുള്ള എൻ്റെ പെർസ്പെക്റ്റീവ്, എൻ്റെ കാഴ്ചപ്പാടില്ലെങ്കിൽ എൻ്റെ ചിന്താഗതി എന്താണെന്ന് ആദ്യം തന്നെ ഞാൻ വെളിപ്പെടുത്താം. അല്ലെങ്കിൽ പിന്നെ സാലറിയിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു റിയാലിറ്റി അല്ല, ഇത് ഫേക്കാണ്, ഇത് റിയാലിറ്റി അല്ല. ഒരു ടൂളാണ്, ഇതൊരു ഇല്യൂഷനാണ്. 1971 US പ്രസിഡന്റ് നിക്സൺ ഡോളറിനെ ഗോൾഡിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് എടുത്ത് കളഞ്ഞപ്പോൾ തൊട്ട് പേപ്പർ കറൻസി ഈസ് ഫേക്ക് മണി. സോ ഇതിനു വേണ്ടി പണിയെടുത്ത് കഴിഞ്ഞാൽ ചാവണ വരെ പണിയെടുത്താലും തികയില്ല. അതാണ് സത്യം. സോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിലുപരി ഇതെങ്ങനെ യൂസ് ചെയ്യുന്നു, എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നു എന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ഇതിനു വേണ്ടി സമയവും എനർജിയും ട്രേഡ് ചെയ്ത് വേറെത്തിൻ്റെ അടുത്ത് പോയിട്ട് പണിയെടുത്ത് ഇതുണ്ടാക്കി വീണ്ടും ടാക്സ് അടച്ച് തേങ്ങ വാങ്ങുക, അതിനുവേണ്ടി പണിയെടുത്താൽ ചാവുന്നവരെ പണിയെടുത്താൽ മതിയാവില്ല. കൺസെപ്റ്റ് സിമ്പിളാണ്. ഇനി ജോലിയിലേക്ക് വരുമ്പോൾ ജോൺ ഡി റോക്കർ ഫെല്ലർ എന്ന ചരിത്രം കണ്ട ഏറ്റവും അതിബുദ്ധിമാനായ മനുഷ്യൻ സൃഷ്ടിച്ച ഇൻഡസ്ട്രിയൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ അതേപടി, പ്രഷ്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം അതേപടി പാലിച്ചു വരുന്നതുകൊണ്ടാണ് നമുക്കിപ്പോഴും പഠിക്കണം, തൊലിക്കണം, അത് കഴിഞ്ഞൊരു ജോലി കയറണം, ഒരു 40 വയസ്സ് 50 വയസ്സ് വരെ വേറെത്തിന് വേണ്ടി പണിയെടുക്കണം, അത് കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് ജീവിതം അടിച്ചു പൊളിക്കണം. സോ ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണ് എല്ലാവരും പണിക്ക് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ ആ ഒരു മൈൻഡ് എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കരിയർ വേണ്ട. ഇപ്പം എനിക്ക് ഇതാണ് താല്പര്യം, ഇപ്പം എനിക്ക് ഇത് ചെയ്യുമ്പോഴാണ് സന്തോഷം, അതുകൊണ്ട് ഞാനിതിപ്പോൾ ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു. ഇതെനിക്ക് മടുത്തു കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ഞാൻ ഇത് നിർത്തും. അത്രേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ജോലി എൻ്റെ ഒരു ഐഡൻറ്റിറ്റി അല്ല. അല്ലെങ്കിൽ ഇപ്പം ഞാനിത് ചെയ്യുന്നു, എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യുന്നു, അതിൽ നിന്ന് കുറച്ച് പൈസ വരുന്നു എന്നതിലുപരി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, കുറച്ച് ഇൻഡസ്ട്രിയൽ ഫാമിങ് പഠിക്കണം, ക്രോപ്പ് ഫാമിങ്. അതൊക്കെയാണ് എൻ്റെ മോട്ടീവ്. അല്ലാണ്ട് പൈസ എന്നുള്ളത് എൻ്റെ ഒരു കൺസെപ്റ്റ് അല്ല. പണിയെടുത്ത് പൈസ ഉണ്ടാക്കി അതും കൊണ്ട് പൈസക്കാരനാവാം, അങ്ങനൊരു ചിന്താഗതി എനിക്കില്ല. സോ ഇതാണ് എൻ്റെ കൺസെപ്റ്റ് അബൌട്ട് മണി ആൻഡ് ജോബ് എന്ന് പറഞ്ഞാൽ ഒരു നേരം പോക്ക്, മേലനങ്ങാൻ വേണ്ടി ചെയ്യുന്ന ഒരു ആക്ട് അല്ല, ഒരു ടൈം പാസ്, വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ചെയ്യുന്നു. ഇത്രയൊക്കെയാണ് ജോലിനെക്കുറിച്ചും പൈസേനെക്കുറിച്ചുള്ള എൻ്റെ ഒരു വ്യൂ. 2026 ഫെബ്രുവരി 12 ഞാൻ ഈ കുഞ്ഞ ഒക്കിനോര അബുജിമ എന്ന് പറഞ്ഞ ഈ ഐലൻഡിലേക്ക് വരുന്നത്. ഇത് മെയിൻലാൻഡിൽ നിന്ന് ഏകദേശം 800 കിലോമീറ്റർ മാറിയിട്ടാണ് സ്ഥിതി ചെയ്യണത്. ഒക്കിനാവ എന്ന് പറയുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇവിടെ നിന്ന് ഏകദേശം 7 മണിക്കൂറാണ് ഷിപ്പിൽ. ഭയങ്കര ചെറിയൊരു ഐലൻഡാണ്. 20 കിലോമീറ്റർ നീളം, 7 കിലോമീറ്റർ വീതി മാത്രമുള്ള ഒരു കുഞ്ഞൻ ഐലൻഡാണ്. കൃഷിയാണ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. സോ ഇവിടെ കൃഷിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് ശാന്തി സമാധാനമൊക്കെ തേടി വന്നതാണ്. കുറച്ച് സ്ലോ ആയിട്ടുള്ള ലൈഫ്, അതേസമയം ഇഷ്ടപ്പെട്ട ജോലി, കൃഷിയോട് താല്പര്യം, അത് ചെയ്യണം. സോ അങ്ങനെ വന്നു. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോണു, എല്ലാം അവിടെ നൈസായിട്ട് പോണു, സീനൊന്നുമില്ല. ഇവിടെ ട്രെയിനില്ല, ബസ്സില്ല, ഒരു 9 മണി 10 മണി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റില്ല, രാത്രി ആശുപത്രി ഇല്ല. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള ബേസിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. കറണ്ട് ഉണ്ട്, നല്ല വൈഫൈ ഉണ്ട്, നല്ല റോഡുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കമ്പാരിറ്റീവ്ലി മെയിൻലാൻഡിനെ അപേക്ഷിച്ച് ഐലാൻഡുകളിലെ ആൾക്കാർ കുറച്ചും കൂടി ജെന്യുവിൻ ആയിരിക്കും. മേളിലെന്ന് പറഞ്ഞാൽ എല്ലാം ഫേക്കാണ്, വെറുതെ നല്ലവരായിട്ട് അഭിനയിക്കുകയാണ് അവർ. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരുടെ കൾച്ചറാണ് ഇവരിങ്ങനെ നന്നായി അഭിനയിക്കുന്നത്, നല്ലവരെ പോലെ ഭയങ്കര കൈൻഡായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ കുറച്ചും കൂടി ജെന്യുവിനാണ് ആയിട്ട് ഫീൽ ചെയ്തു മേളിലത്തെ അപേക്ഷിച്ച്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഉരുളൻകിഴങ്ങാണ് ഇവിടുത്തെ മെയിൻ. അത് ഡിസംബർ തൊട്ടൊരു ഏപ്രിൽ വരെ ആയിരിക്കും കൃഷി. അത് കഴിഞ്ഞാൽ പിന്നെ പൂക്കൃഷിയാണ്. ഇവിടെ മഞ്ഞുകാലമൊന്നും അത്ര സീനില്ല, 18 ഡിഗ്രിയൊക്കെയാണ് ഒരു തണുപ്പ് എന്ന് പറയാനുള്ളത്. അത് താഴെ പോവില്ല, മഞ്ഞ് പെയ്യുന്ന പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് വർഷം ഫുള്ള് കൃഷിയുണ്ട് ഇവിടെ. സോ അതുകൊണ്ട് പണിയില്ലാതിരിക്കുന്ന പ്രശ്നങ്ങളും ഇല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ചുഴലിക്കാറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ചിലപ്പോൾ അതിൻ്റെ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് ഇതാകുന്നത്. അല്ലാതെ സീസണൽ ജോബ് വേറെ മേളിലൊക്കെ പോലെയാണെങ്കിൽ വിൻ്റർ ആയി കഴിഞ്ഞാൽ അവിടെ ജോലി ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ എൻ്റെ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ഹക്കൻ ഗൈഷിലാണ് കയറിയിരിക്കുന്നത്. ഹക്കൻ ഗൈഷ് എന്ന് പറഞ്ഞാൽ മാൻ പവർ സപ്ലൈയിങ് കമ്പനീസാണ്. എൻ്റെ കമ്പനി ഒരു ചെറിയ കമ്പനിയാണ്. ഞങ്ങളൊരു 4 ഫോറിനേഴ്സും ബാക്കിയെല്ലാം ജാപ്പനീസാണ്. കുറച്ച് പേരുള്ള മൊത്തം ഒരു 20 സ്റ്റാഫുള്ളൂ, 3 ഓഫീസ് സ്റ്റാഫ്, പിന്നെ ജാപ്പനീസ് ഞങ്ങളെ കൂടെ. ഞങ്ങളൊരു 3 പേര് ഇപ്പോൾ കൃഷിയിലേക്ക് പോകുന്നു. ജാപ്പനീസിന് പിന്നെ എന്ത് ജോലിയും ചെയ്യാവുന്നതുകൊണ്ട് അവർ കൃഷി
തിരക്കാവുമ്പോൾ കുറച്ച് പേര് കൃഷിയിലോട്ട് വരും. ഈ ഉരുളക്കിഴങ്ങിൻ്റെ സീസൺ കഴിയുമ്പോൾ അവർ വീണ്ടും അവരുടെ റെസ്റ്റോറൻറ്റ്, ഹോസ്പിറ്റല്, എയർപോർട്ട് ഉണ്ട്, അവിടുത്തെ സ്റ്റാഫ്, അങ്ങനെ കിട്ടിയ പണിക്കൊക്കെ അവർ പോകും. അവർക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടെ പിന്നെ സർക്കാർ ജോലി വേണം എന്നാലും അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഒന്നുമില്ല കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ എല്ലാവരും എല്ലാ പണിയും ചെയ്യും. എല്ലാ പണിക്കും അതിൻ്റെ ഇതുണ്ട്, പൈസയുണ്ട്, പിന്നെ റെസ്പെക്റ്റ് എല്ലാത്തിനും കിട്ടും. സോ അങ്ങനെ എൻ്റെ കമ്പനി ചെറിയ കമ്പനിയാണ്. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു 60 വയസ്സുള്ള ഒരു അപ്പച്ചൻ്റെ ഫാമിലിക്കാണ്. അപ്പച്ചന് ഒരു 10 ഇന്തോനേഷ്യൻ സ്റ്റാഫ് ഉണ്ട്. പിന്നെ ഇപ്പം ഞാനൊരാളുണ്ട്. പിന്നെ അപ്പച്ചൻ്റെ അനിയൻ, അപ്പച്ചൻ്റെ മോൻ. അപ്പോൾ എല്ലാവരും കൂടെ കുടുംബ കൃഷിയാണ്. അവർ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതൊരു ഫാമാണ്. സോ അവിടെ ഇപ്പോൾ സോളിഡഗോ എന്ന് പറഞ്ഞ പൂവാണ്. നമ്മൾ ഈ റീസെൻ്റ്ലി ഇട്ട വീഡിയോസിലൊക്കെ ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോളിഡഗോ എന്ന് പറഞ്ഞ പൂവാണ് ചെയ്യുന്നത്. ഞാൻ വന്നപ്പോൾ ഉരുളൻകിഴങ്ങായിരുന്നു. ഉരുളൻകിഴങ്ങ് വിളവെടുപ്പായിരുന്നു. ഒരു മെയ്യോടുകൂടി തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 മാസമുള്ള ഗ്ലാഡിയോലസ് എന്ന് പറഞ്ഞൊരു പൂവുണ്ടായിരുന്നു. ഇപ്പോൾ വെയിലത്ത് ഗ്ലാഡിയോലസ് പറ്റത്തില്ല. ഇനിയിപ്പോൾ ദഗോയാണ്. 9ാം മാസം അവസാനം വരെ ദഗോയായിരിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദഗോ കഴിഞ്ഞാൽ വീണ്ടും 9ാം മാസം തൊട്ട് അടുത്ത സീസണിലേക്കുള്ള ഉരുളൻകിഴങ്ങ് മുറിക്കുക, അത് മരുന്നിലിട്ട് വയ്ക്കുക, അങ്ങനത്തെ പരിപാടികൾ തുടങ്ങുന്നതാണ് പറഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ ഫെബ്രുവരി വന്നിട്ടുള്ളൂ. പിന്നെ കുറച്ചും കൂടി 9ാം മാസം ഒരു തണുപ്പായി തുടങ്ങുന്നുണ്ട്. വീണ്ടും ഗ്ലാഡിയോലസ് എന്ന് പറഞ്ഞ പൂവ് വീണ്ടും തുടങ്ങും. ദഗോ ഗ്രാജുവലി കുറയും. 10ാം മാസം നടിയിൽ ആരംഭിക്കും. അങ്ങനെ 10ആണോ 11ആണെന്ന് അറിയില്ല. 11ഒക്കെ ആകുമ്പോൾ നടിയിൽ ആരംഭിക്കും. പിന്നെ അങ്ങനെ ഉരുളക്കിഴങ്ങിലേക്കായി മാറി. സോ ഇതൊക്കെയാണ് ജോലി. ഇനി മെയിനായിട്ട് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന സാലറിയിലേക്ക് പോവാം. സാലറിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിനു മുന്നേ ഞാനൊരു ജാപ്പനീസ് ലേബർ ലോസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. ഇവിടുത്തെ ലേബർ റൂൾസ്, കുറച്ച് കാര്യങ്ങളൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ടാണ് അത് കാണാൻ പറയണത്. ഓക്കെ. സോ കഴിഞ്ഞ പോലെ ഞാൻ കൺസ്ട്രക്ഷനിലായിരുന്നു, ടെക്നിക്കൽ ഇൻറ്റേൺ ആയിരുന്നു, ഒരു ഇൻറ്റേൺഷിപ്പ് യൂസ് ആയിരുന്നു. അതിൻ്റെ ഒരു സാലറിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, സാലറി ഇൻ മില്യൻസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ എന്നെ പറഞ്ഞു വിട്ടാൽ എനിക്കൊരു പുല്ലില്ല. ഞാൻ മണ്ടത്തിലാണ് നിന്നത്. ഞാൻ ആ ജോലിക്ക് കയറി ഫസ്റ്റ് ദിവസം തീരുമാനിച്ചാണ് ഒരു കൊല്ലത്തിൽ കൂടുതൽ നിൽക്കത്തില്ല. ഒരു കൊല്ലം നിൽക്കണമെന്ന് വെച്ചാൽ ഒരു കൊല്ലം സ്മൂത്തായിട്ട് ആ വിസ തീർത്താലേ ചാടാൻ പറ്റുള്ളൂ. അതെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരു കൊല്ലം തീരുമാനിച്ചാണ്. സോ അതുകൊണ്ട് ഞാൻ അതിനകത്ത് കാണിക്കാൻ പറ്റാത്ത ഡോക്യുമെൻറ്റ്സ് വരെ കാണിച്ചു. ഓഫർ ലെറ്റർ, സാലറി സ്ലിപ്പ് എല്ലാം കാണിച്ചിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതിന് മുന്നേ ഒരു വീഡിയോ കൂടെ ഉണ്ട്, ആവശ്യമുള്ളവർ പോയിട്ട് കാണാം. അത് ഷിഗയിലായിരുന്നു. കുറച്ചും കൂടി സാലറി കൂടുതലായിരുന്നു. ഇവിടെ ഐലൻഡിൽ സാലറി കുറവായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, പൈസ ഉള്ളത് മതി എനിക്ക്. പൈസ ഉണ്ടാക്കാനാണെങ്കിൽ നാട്ടിലുണ്ടാക്കാം പൈസ. ഇവിടെ വന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് കിഡിലൻ, ഒന്നും പറയാനില്ല. നല്ല ഫുഡ്, നല്ല ആൾക്കാർ, പിന്നെ പുതിയ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. അത്രയാണ്. അതുകൊണ്ടാണ് പൈസ എന്നുള്ളതൊരു മോട്ടീവ് അല്ല ജപ്പാനിൽ വരുന്നത്. നിങ്ങൾക്കും പൈസ ഒരു മോട്ടീവ് ആണെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. മരിച്ചു കിടന്ന് പണിയെടുത്ത് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാം. ഞാൻ പക്ഷേ ഒരു സ്ലോ ലൈഫ് അധികം ഓട്ടൊന്നും ചെയ്യാറില്ല. ഇങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നത് മാത്രം. മെയിനായിട്ട് നമുക്ക് മെഷീൻ ഓപ്പറേറ്റിംഗ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് സാധനങ്ങൾ പഠിക്കണം. അതിന് വേണ്ടിയാണ് വന്നത്. പൈസ ഒരു മോട്ടീവല്ല. സോ അത് പോയിട്ട് കാണുക താല്പര്യമുള്ളവർ. സോ എൻ്റെ കോൺട്രാക്റ്റ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ എനിക്ക് പരിമിതികളുണ്ട്, ഇവിടെ കാണിക്കാൻ പറ്റില്ല. ഒന്നാമത് എനിക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒരു കൊല്ലം കൊണ്ട് TATP എന്ന് ഒരുത്തരം ചാടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. ഇവിടുത്തെ ഇമിഗ്രേഷനിലുള്ളവർ കുറച്ച് പണി പെട്ടിട്ടുണ്ട് എന്നെ ഇവിടേക്ക് എത്തിക്കാനായിട്ട്. അതായത് ഒരു ഇൻറ്റേൺഷിപ്പ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് 60 ദിവസം തികയുന്നതിന് മുന്നേ ഞാനിവിടെ തിരിച്ചെത്തി പുതിയ വിസ ഉണ്ടാക്കിയിട്ട്, പുതിയ വിസയിൽ. സോ ഇവർ കുറച്ചധികം ഇമിഗ്രേഷൻ കുറേ സീനൊക്കെ ആക്കി. പിന്നെ ഇവർ കുറേ വാദിച്ച് വേണം, ഇവനെ വണ്ടി ഓടിക്കാൻ ആളില്ല, ഇവിടെ ആരും ഇവിടേക്ക് വരത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ ഒരു 1-2 കൊല്ലെങ്കിലും നിൽക്കണം. എനിക്ക് വേണ്ടി കുറേ പേര് എഫോർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കോൺട്രാക്റ്റിൽ ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പുള്ളിക്ക് ഭയങ്കര ആത്മാർത്ഥയാണ് ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫിന്. പുള്ളി മലയാളത്തിലാണ്, അത് കുറേ ഒരു വലിയ ബുക്ക് പോലെ. സോ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതൊന്ന് ഡിസ്ക്ലോസ് ചെയ്യരുതെന്ന്, അതായത് ഈ ഡോക്യുമെൻറ്റ്സ് ഒന്നും പുറത്ത് പോകരുതെന്ന്. സോ അതുകൊണ്ട് കുറച്ച് പരിമിതികളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാനിതൊന്നും മൈൻഡ് ആക്കാറില്ല, എന്തായാലും കാണിച്ചാൽ. സോ നമുക്ക് പോവുകയാണെങ്കിൽ ഏതൊരു പ്രിഫെക്ചറിനായാലും ഒരു മിനിമം സാലറി ഉണ്ടാവും. ഇതിന് മുന്നേ ഉള്ള കുറേ വീഡിയോയിൽ കുറേ വട്ടം പറഞ്ഞാണ്. സോ കഗോഷിമ ഇവിടുത്തെ പ്രിഫെക്ചറിലെ 1026 തോന്നുന്നു കേട്ടോ മിനിമം. സോ എൻ്റെ മിനിമം വേജ് 1034 എന്നാണ് കേട്ടോ ഇപ്പം എനിക്ക് എൻ്റെ കമ്പനി തരുന്നത് ഒരു മണിക്കൂർ. സോ എൻ്റെ ബേസ് സാലറി എന്ന് പറഞ്ഞാൽ ഒരു മാസം 1,80,000 എന്നാണ്, അതായത് 18 മാൻ. സോ ഈ 18 മാൻ കിട്ടാൻ വേണ്ടി ഞാൻ പണിയെടുക്കേണ്ടത് ഒരു മാസം 174 മണിക്കൂറാണ്. ഓക്കെ, 174 മണിക്കൂർ പണിയെടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1,82,700 എന്നാണ് എനിക്ക് കിട്ടുന്നത്. സോ ഇതെൻ്റെ ഗ്രോസ് സാലറിയാണ്.
നെറ്റ് സാലറി, ഇൻ ഹാൻഡ് സാലറി അല്ല. സോ ഡിഡക്ഷൻസിലേക്ക് പോവാം. സെയ്ക്കിൻ ടാക്സ് ആയിട്ട് പോകുന്നത് 1,52,700 പോകുന്ന ഡിഡക്ഷൻസ് ആണ് പറയുന്നത്. 3,120 തന്നെയാണ് ടാക്സ് ആയിട്ട് പോണത്. അടുത്തത് സോഷ്യൽ ഇൻഷുറൻസ് 25,749 yen, 2.5 മാൻ ഇൻഷുറൻസ്. അടുത്തത് സോഷ്യൽ ഇൻഷുറൻസ് ആണ്. അടുത്ത് എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ആയിട്ട് പോണത് 1,005 yen ആണ്. 1,005 yen. ഇതാണ് മെയിൻ ഡിഡക്ഷൻസ്. ഇതിൽ ഈ സോഷ്യൽ ഇൻഷുറൻസിൽ എൻ്റെ പെൻഷൻ കൂടി ഒരുമിച്ചാണ്ട് കട്ടാണ്, അതുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അടുത്തത് ഈ ഒരു ഷെയർ ഹൗസിലാണ് താമസിക്കുന്നത്, ഒരു പ്രൈവറ്റ് റൂം, ബാക്കിയെല്ലാം കോമൺ ഷെയറിംഗ് ആണ്. 2 ടോയ്ലറ്റ്, ഒരു ബാത്റൂം, ഒരു കിച്ചൺ. ഞങ്ങളിപ്പോൾ 5 പേരുണ്ട് ഈ വീട്ടിൽ. അപ്പോൾ ഈ വീടിന് 25,000 yen ആണ് കേട്ടോ. 25,000 yen എന്ന് പറഞ്ഞാൽ 2.5 മാൻ. അതിൽ കറണ്ട് ബില്ല്, ഗ്യാസ് ബില്ല്, വൈഫൈ ബില്ല്. ഇപ്പോൾ വണ്ടികളുണ്ട്, ശരിക്കും വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ഒരു പൈസ കൊടുക്കണം. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ 2.5 മാൻ എന്ന് പറഞ്ഞാൽ ചീപ്പാണ്, ഇവിടെ കിട്ടത്തില്ല. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരു വീടെടുത്ത് താമസിക്കണമെങ്കിൽ ഒരു സിംഗിൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട്, ഇപ്പോൾ ഈ കുഞ്ഞു റൂമിൻ്റെ ഒരു ഡബിൾ ഉണ്ടാവും, അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഫുള്ളി ഫർണിച്ചഡ് ആണെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് 4 മാൻ കൊടുക്കണം, 40,000 yen. വണ്ടി പാർക്ക് ചെയ്യുന്നതിന് 1 മാൻ എക്സ്ട്രാ കൊടുക്കണം. ഇതൊക്കെ ഞാൻ ഒരു ജപ്പാൻകാരോട് ചോദിച്ചാണ് കേട്ടോ, എൻ്റെ കുമിയാലെന്നുള്ളവരോട് ചോദിച്ചിട്ടാണ് പറയുന്നത്. 1 മാൻ 50,000. കറണ്ട് ബില്ല്, ഗ്യാസ് ബില്ല്, വാട്ടർ ബില്ല് എല്ലാം കൂടി ഒരു 1.5 മാൻ. അപ്പോൾ എത്ര? 65 മാൻ, 65,000. 6.5 മാൻ. പിന്നെ ഇതൊന്നും ഇല്ലാതെ ബാക്കി അപ്പോൾ 6.5 മാൻ, എല്ലാം കൂടെ ഒരു 7 മാൻ. പുള്ളി പറഞ്ഞ് 8 മാനോളം വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ, 8 മാൻ. സോ ഈ 8 മാൻ കൊടുക്കേണ്ട സ്ഥലത്താണ് 2.5 മാനിൽ പരിപാടി കഴിഞ്ഞു. സോ മൊത്തത്തിൽ ഡിഡക്ഷൻ ആയിട്ട് പോകുന്നത് ഈ 1,82,000 ഡിഡക്ഷൻ ആയിട്ട് പോകുന്നത് 54,874 yen ആണ് കേട്ടോ, ഗ്രോസ് ഡിഡക്ഷൻ. ഇത് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. ഇതുവരെ ഇപ്പോൾ 5 മാസം ശമ്പളം മേടിച്ച് കോൺസിക്യൂട്ടീവ് ആയിട്ട്. സോ ഏകദേശം 55,000 yen ഇത് എന്തായാലും പോകുന്ന ഡിഡക്ഷനാണ്. സോ എന്നിട്ട് ഇൻ ഹാൻഡ് സാലറി ആസ് പെർ ഓഫർ ലെറ്റർ 1,27,826, 1,30,000 റൗണ്ട് ഓഫ്, 1,30,000 റൗണ്ട് ഓഫ് ജാപ്പനീസ് yen ആണ്. ഒരു മാസം 174 മണിക്കൂർ പണിയെടുത്താൽ ഈ ഓഫർ ലെറ്റർ പ്രകാരം ശനി ഞായർ എനിക്ക് ഓഫാണ്, പണിക്ക് പോകേണ്ട കാര്യമില്ല. അത് കൂട്ടാണ്ടാണ് ഈ സാലറി കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 22 ദിവസം റൗണ്ട് ഓഫ് ചെയ്ത് പണിയെടുക്കാം, 8 ദിവസം ഓഫ് വെച്ചിട്ട്. സോ ഇതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ കമ്പനി. നല്ല കമ്പനി ആണെങ്കിൽ ഇതുപോലെ നല്ല ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്ത് ബോണസിലേക്ക് വരികയാണെങ്കിൽ വാർഷിക സാലറി 1,80,000 ഇൻറ്റു 12 ഒരു കൊല്ലത്തെ സാലറിയുടെ 6% ബോണസ്. ഒരു കൊല്ലം 2 വട്ടമാണുള്ളത്, 6 മാസവും 12 മാസവും. ഞാനിപ്പോൾ ഫെബ്രുവരി വന്നുകൊണ്ട് എനിക്ക് ഈ 6 മാസം ബോണസ് കിട്ടത്തില്ല. ജനുവരി 1 കമ്പനി കയറുന്നതിന് കിട്ടിയാൽ അത് കിട്ടത്തില്ല, ഡിസംബറിൽ എനിക്ക് കിട്ടും. സോ ഏകദേശം 1,20,000 വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് 6%, വാർഷികമാനത്തിൻ്റെ 6%. സോ ഇത് ബേസ് ആണ് കേട്ടോ. സോ ഇത് കൂടാം, കുറയില്ല, ഇതെന്തായാലും കിട്ടും. ഇത് കൂടാനുള്ള ഫാക്ടേഴ്സ്: ഒന്ന്, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന എംപ്ലോയറുടെ കയ്യിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്ക്, അവനൊരു കില്ലാടിയാണ്, അവൻ അടിപൊളിയാന്ന് പറഞ്ഞാൽ കൂടും, ഇനിയും കൂടും. അടുത്തത്, നിങ്ങൾ കയ്യിലുള്ള ലൈസൻസുകൾ, ഓട്ടോമാറ്റിക്, മാനുവൽ, ഹെവി ഉണ്ടെങ്കിൽ ഉണ്ട്, ഫോർക്ക് ലിഫ്റ്റ്. ഇപ്പോൾ ഏതൊക്കെ ലൈസൻസ് ഉണ്ടോ അതിനനുസരിച്ച് കൂടും. ജോലിയുള്ള പെർഫോമൻസ് കൂടുതൽ, കയ്യിലുള്ള ലൈസൻസ്. സോ ഇത് 2 ഫാക്ടേഴ്സാണ് ഈ 12 മാൻ 1,20,000 എന്ന് പറയുന്ന ബോണസ് കൂടാൻ. ഇപ്പോൾ അത് അപ്രോക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ, ഞാൻ ജപ്പാനോട് ചോദിച്ചപ്പോൾ 18 മാൻ 17 മാനൊക്കെ അപ്രോക്സിമേറ്റ്ലി കിട്ടുന്നുണ്ട് ലൈസൻസ് ഉള്ളവർക്ക് ബോണസ്. സോ ബോണസാണ്. ഇത് കിട്ടുന്ന പ്രതീക്ഷിച്ച് വായും പൊളിച്ചിട്ടല്ല വന്നത്. കിട്ടിയാൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഇല്ലാത്രേ ഉള്ളൂ. കാരണം നമ്മൾ മാത്രം പണിയെടുത്ത കാര്യമില്ല, കുമിയയുടെ കമ്പനിയുടെ പെർഫോമൻസും കൂടി നന്നായിരിക്കണം. ഇപ്പോൾ ആൾക്കാർ കുറവാണ്, പണി കുറവാണെങ്കിൽ കമ്പനി ബോണസ് കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷെ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് ഇവർ പറഞ്ഞത്, ജപ്പാൻകാർ. ഇതുവരെ വർക്ക് ചെയ്തവർ, ഇപ്പോൾ 2-3 കൊല്ലമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, അവർ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കൊല്ലം കിട്ടുന്നുണ്ട്, 2 വട്ടം പ്രശ്നമൊന്നുമില്ല. സോ അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്, സൈൻ തീറ്റ കോസ് തീറ്റ എന്തൊക്കെയോ അവർ പറഞ്ഞു. അത് ചെയ്തിട്ട് 90% പെർഫോമൻസ് ആണെങ്കിൽ കിട്ടും, എന്തായാലും കിട്ടും. ഈ മാസം നോക്കുകയാണെങ്കിൽ 88 പോയിന്റ് ചില്ലറേ ഉള്ളൂ. പക്ഷേ പൈസ ഉണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും ഹാപ്പി, അടിച്ച് പൊളിക്കി, കള്ളു കുടിച്ച് അറമ്പാലിക്ക്. സോ അതൊക്കെയാണ് സാലറിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ഇതൊക്കെ ഡിപ്പെൻഡാണ് കേട്ടോ. ഇതിപ്പോൾ ഓരോരോ പ്രിഫെക്ഷനനുസരിച്ച് സാലറി മാറും. എന്താ പറയുക, ഓരോ സ്ഥലത്തിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ലൈസൻസ്, സ്കില്ല് അനുസരിച്ച് മാറും. പക്ഷേ ബേസിക്കലി TITP SSW എന്ന് പറഞ്ഞത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ചീപ്പ് ലേബറാണ്, ചീപ്പ് ലേബർ. സോ അതുകൊണ്ട് ഒരു പ്രിഫെക്ചറിൻ്റെ മിനിമം വേജൊക്കെ തന്നെ കിട്ടത്തുള്ളൂ.
പിന്നെ ഇപ്പോൾ ഓസാക്കയിലുള്ള കൈഗോയിലുള്ള കുറച്ചുകൂടെ സംസാരിച്ച് ഇന്തോനേഷ്യക്കാരാണ് കേട്ടോ. സോ അവർക്ക് പണ്ടറ സാലറിയാണ്. ഈ ഗ്രോസ് സാലറി 18 ആ സമയത്ത് അവർക്ക് 25 2,00,000. പക്ഷെ അവിടെ എന്താ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ അവരുടെ റെൻറ്റ് 6 മാന, റെൻറ്റ് മാത്രം 6 മാനം പോകും. സോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൂട്ടി ലാസ്റ്റ് കൈ വരുമ്പോൾ ഏകദേശം ഈ 13 മാനം 14 മാനം 15 മാനം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇൻ ഹാൻഡ് വരുമ്പോൾ. ഓക്കെ, സോ ഇനി അടുത്തത് ഇവിടുത്തെ ചിലവിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ ഇതിനു മുന്നേ ഒരു കൊല്ലം കാൻസായിലായിരുന്നു, ഷിഗ പ്രിഫെക്ചറിൽ, ക്യോത്തോയുടെ അടുത്ത് ഓത്സു എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വിലയാണ് അവിടെ സാധനങ്ങൾക്ക്. സാലറി കുറവാണ്, സാധനങ്ങൾക്ക് പണ്ടാറ വിലയാണ്. കാരണം എല്ലാം കപ്പൽ കയറി കഗോഷിമയിൽ നിന്ന് മെയിൻലാൻഡിൽ നിന്നാണ് വരുന്നത്. ഇവിടെ കൂടുതലായിട്ട് ഇവിടെ കുറച്ച് പച്ചക്കറി ഉണ്ടെന്നല്ലാണ്ട് പിന്നെ കുറച്ച് മീനും എല്ലാം ഉണ്ടെന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. എല്ലാം മെയിൻലാൻഡിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഉണ്ടാക്കുന്നതും അത്രയധികം ഇല്ല സൂപ്പർ മാർക്കറ്റിൽ. ഒരു ചെറിയൊരു കോർണറിൽ ഇവിടുത്തെ സാധനം എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് മാത്രം. ബാക്കി വേസ്റ്റ് മെജോറിറ്റിയും കൂടുതലും മെയിൻലാൻഡിൽ നിന്നാണ് വരണത്. സോ എക്സ്പെൻസ് എല്ലാം എക്സ്പെൻസീവാണ്. പക്ഷേ എക്സ്പെൻസീവ് ആണെന്ന് കരുതി എനിക്ക് ഇറച്ചി കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. നോക്കുകയാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് എൻ്റെ ഫുഡ് എക്സ്പെൻസ് വരുന്നത് 8,000 yen കേട്ടോ. ഭയങ്കര കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. 8,000 yen. ഇറച്ചിയിലാണ് എനിക്ക് പറ്റില്ല. പച്ചക്കറി വേണ്ട, പച്ചക്കറി ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇറച്ചി മീൻ മുട്ടയിലാണ് എനിക്ക് പറ്റില്ല. സോ 8,000 yen ആണ്. സോ ഒരു മാസത്തേക്ക് ഏകദേശം 32,000 yen വരും. ഇത് അരി മേടിക്കാത്ത സമയത്താണ് കേട്ടോ. ഇതിൽ മാസത്തിൽ ഒരിക്കലും ഒരു 6 കിലോ അരി ഞാൻ മേടിക്കും. ഒരു മാസത്തേക്ക് 6 കിലോ അരി മതി. റൈസ് എന്ന് പറഞ്ഞൊരു സൈഡ് ഡിഷ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. റൈസ് ഒരു മെയിൻ കോഴ്സ് അല്ല. സോ 6 കിലോ അരിയാണ് ഞാൻ എടുക്കാറ്. അതിന് 3,350 ജാപ്പനീസ് യെന്നാണ് 5 കിലോ അരിക്ക് പ്ലസ് ടാക്സ് ഇട്ടാൽ. 3,350 പ്ലസ് ടാക്സ് 5 കിലോ അരി. പക്ഷേ ഈ വട്ടം എനിക്ക് വേറൊരു ഇപ്പോൾ പുതിയൊരു സാധനം കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിൽ കാണിച്ചു. 3,650 yen പ്ലസ് ടാക്സിന് 6 കിലോ അരി അതെടുത്തിട്ടുണ്ട്. അരിയും വലിയ കുഴപ്പമില്ല. സോ അതാണ് ആ അരിയുടെ വില. സോ എക്സ്പെൻസ് ഏകദേശം ഒരു മാസത്തേക്ക് എനിക്ക് വരുന്നത് 4 മാൻ തൊട്ട് 5 മാൻ, 40,000 തൊട്ട് 50,000 രൂപയാണ് എനിക്ക് വരുന്നത്. 50,000 yen ആണ് എനിക്ക് വരുന്ന എക്സ്പെൻസ്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, എൻ്റെ കോൺട്രാക്റ്റിലുള്ളതാണ് ട്രാവലിംഗ് അലവൻസ് ഉണ്ട് കേട്ടോ. ട്രാവലിംഗ് അലവൻസ് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററിന് 20 yen. സോ ഇപ്പം ഞാൻ പോകുന്ന ഫാമിലേക്ക് 3 കിലോമീറ്റർ ഉണ്ട് വൺ വേ. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ 6 കിലോമീറ്റർ, ഒരു ദിവസം 120 yen കിട്ടും. സോ ഒരു മാസം അപ്രോക്സിമേറ്റ്ലി ഏകദേശം 2,500 തൊട്ട് 3,000 yen വരെ ട്രാവൽ അലവൻസ് ആയിട്ട് കിട്ടും സാലറിയുടെ കൂടെ. ഓക്കെ, സോ ഇപ്പം എൻ്റെ കയ്യിലൊരു കാറുണ്ട്. ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് അപ്പച്ചൻ തന്നാ, യൂസ് ചെയ്തോ, ഇവിടെ വരുന്നിടത്തോളം കാലം നീ യൂസ് ചെയ്തോ പറഞ്ഞ് തന്നതാണ്. പെട്രോളും പുള്ളി അടിച്ചേരാന്ന് പറഞ്ഞു. പക്ഷേ അത് ശരിയല്ലല്ലോ. എന്താ പറയുക, മുതലാക്കുന്നതിൽ പരിധിയില്ലേ. പുള്ളി പറഞ്ഞു, ഒന്നെങ്കിൽ പെട്രോൾ കഴിയുമ്പോൾ പറയും ഫുൾ ടാങ്ക് അടിച്ചു തരാം, ഇത് നിനക്ക് ചോദിക്കാൻ മടിയാണെങ്കിൽ നീ ആ പമ്പിൽ പോയിട്ട് ഫാമിൻ്റെ പേര് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അത് ശരിയല്ല, ഞാൻ എൻ്റെ പൈസ കൊണ്ടാണ് അടിക്കുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഒരു KG ദോശയാണ്. ഒരു 660 cc വരുന്ന വണ്ടികളാണ് KG ദോശ എന്ന് പറയുന്നത്. 350 കിലോ ഉള്ള കുഞ്ഞ വണ്ടികൾ. നമ്മൾ കാഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 20 കിലോമീറ്ററൊക്കെ കഷ്ടിയേ കിട്ടുന്നുള്ളൂ മൈലേജ്. കാരണം ഫുള്ള് കയറ്റമിറക്കും വളവും തിരിവും മലയും കുന്നു മലയൊക്കെയാണ്. സോ ഞാൻ ഫുൾ ടാങ്കാണ് അടിക്കാറ്. ഗ്യാസലിൻ ചീപ്പാണ് കേട്ടോ. 1 ലിറ്ററിന് 200 yen ഉള്ളൂ. ഒരു മണിക്കൂർ പണിയെടുത്താൽ എനിക്ക് ഏറ്റവും കുറഞ്ഞ 1,000 yen കിട്ടും. സോ ഒരു മണിക്കൂർ പണിയെടുത്താൽ ഏറ്റവും കുറഞ്ഞ എനിക്ക് 5 ലിറ്റർ അടിക്കാം. സോ ഗ്യാസലിൻ ചീപ്പാണ്. ഞാൻ ഫുൾ ടാങ്ക് അടിക്കും. 30 ലിറ്ററാണ്. 6,000 yen ഒരു മാസത്തെ ചിലവ്. ഒരു ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പണി മാത്രമല്ല, നമ്മൾ അത്യാവശ്യം അവിടെ ഇവിടെ കറങ്ങുന്നുണ്ട്, ബീച്ചിൽ പോകുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ തെണ്ടി തിരിയുന്നുണ്ട്, വോളിബോൾ കളിക്കാൻ പോകുന്നുണ്ട്. സോ വണ്ടിക്ക് അത്യാവശ്യം ഓട്ടം ഉണ്ട്. ഒരു മാസം എങ്ങനെയായാലും ഒരു 10, 300, 400 കിലോമീറ്റർ ഓടും ഒരു മാസം. കുഞ്ഞ് അയിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല. സോ അപ്പോൾ 6,000 yen ഇതിലേക്ക് വണ്ടിയുടെ ഫ്യൂവലായിട്ട് വരുന്നത്. സോ രണ്ടാം മാസം ഫെബ്രുവരിയിൽ ആകെ 10 ദിവസമാണ് പണിയെടുത്തിട്ടുള്ളത്. സോ ബേസിക് സാലറി 81,000 yen. പിന്നെ ഏകദേശം ഒരു 11 മണിക്കൂറോളം ഓവർ ടൈം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓവർ ടൈം ആയിരിക്കാൻ ചാൻസ് ഇല്ല. ഒരാഴ്ചയിൽ 40 മണിക്കൂറാണ് പണിയെടുക്കുന്നത്, തിങ്കൾ മുതൽ വെള്ളി വരെ. ശനിയാഴ്ച പണിയെടുത്ത് കഴിഞ്ഞാൽ അത് ഓവർ ടൈം ആയിരിക്കും. സോ അങ്ങനെ കയറിയതാണ് സാധ്യത. കാരണം ഞാൻ അങ്ങനെ ഓവർ ടൈം ചെയ്തിട്ടില്ല ഫെബ്രുവരിയിൽ. സോ 11 മണിക്കൂർ ഓവർ ടൈം ചെയ്തു. ഓവർ ടൈം ചെയ്ത് കിട്ടിയത് 14,232 yen. പിന്നെ ട്രാവലിംഗ് അലവൻസ്, അതിപ്പോൾ നടന്നു പോയാലും സൈക്കിളിന് പോയാലും ബൈക്കിന് പോയാലും കാറിന് പോയാലും ട്രാവലിംഗ് അലവൻസ് എന്തെങ്കിലും കിട്ടും കേട്ടോ. സോ ആ സമയത്ത് ആദ്യത്തെ 3 മാസം ഞാൻ സൈക്കിളിലാണ് പോയിക്കൊണ്ടിരുന്നത്. 1,116 yen ട്രാവലിംഗ് അലവൻസ് ആയിട്ട് കിട്ടിയത് 10 ദിവസത്തേക്ക്. അന്നത്തെ ഡിഡക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഡിഡക്ഷൻസ് ഏകദേശം 41,457 ഉള്ളൂ. കാരണം റെൻറ്റ് കുറച്ച് എടുത്തിട്ടുള്ളൂ, പകുതിയെ എടുത്തിട്ടുള്ളൂ. സോ 41,457 പോയത്.
അന്ന് എനിക്ക് ഇൻ ഹാൻഡ് കിട്ടിയ സാലറി 54,891 എന്നാണ്. 54,891 ഫെബ്രുവരി മാസത്തിൽ 10 ദിവസം കൊണ്ട് പണിയെടുത്തതിൽ ഇൻ ഹാൻഡ് സാലറി ഡിഡക്ഷൻസ് എല്ലാത്തിന് ശേഷം എനിക്ക് ഫെബ്രുവരിയിൽ കിട്ടിയ സാലറി. ഇനി നമ്മൾക്ക് മാർച്ചിലേക്ക് പോകാം. സാലറി ഡേറ്റ് വരുന്നത് 25-ാം തീയതിയാണ് കേട്ടോ. ഇന്നലെയാണ് സാലറി കിട്ടിയത്. ഇന്നലെ കിട്ടിയ സാലറി എന്ന് പറഞ്ഞാൽ ജൂണിലെ സാലറിയാണ്. കഴിഞ്ഞ മാസം സാലറി ഈ മാസം 25-ാണ് കേട്ടോ. ഇത് ഭയങ്കര കോമൺ ആണ്. 25-ാം തീയതി എന്ന് പറഞ്ഞാൽ അത്ര വലിയ കുറേ കമ്പനികൾ 25-ാം തീയതി കൊടുക്കുന്നുണ്ട്. ചിലർ 10-ാം തീയതി കൊടുക്കും, 15-ാം തീയതി കൊടുക്കും. ഇതിപ്പോൾ ഞാൻ വേറൊരു ഡിസ്പാച്ചിങ് കമ്പനി ആയതുകൊണ്ട് ഇവിടെ നിന്ന് പൈസ പോയിട്ട് വേണം അവിടെ നിന്ന് വരാൻ. അതുകൊണ്ടാണ് ഈ ഡിലേ. പക്ഷേ കമ്പനി സ്റ്റാഫിന് തന്നെ ഡയറക്റ്റ് സ്റ്റാഫിനും 25-ാം തീയതി കിട്ടുന്ന കമ്പനീസും ഉണ്ട്. മാർച്ച് മാസം നോക്കിക്കഴിഞ്ഞാൽ 25 ദിവസം പണിയെടുത്തു. അതിൽ 37 മണിക്കൂർ OT. 37 മണിക്കൂർ OTക്ക് മാത്രം കിട്ടിയത് 48,840 എന്നാണ്. ട്രാവലിംഗ് അലവൻസ് കിട്ടിയത് 3,100 എന്നാണ്. ആ മാസത്തിൽ ഇൻ ഹാൻഡ് കിട്ടിയത് 1,72,522 എന്നാണ്. സാലറി 2,28,636 മാർച്ചിലെ സാലറിയാണ് കേട്ടോ. അതിൽ 56,114 ഡിഡക്ഷൻ പോയിട്ട് 1,72,522 എന്നാണ് മാർച്ചിലെ സാലറി ആയിട്ട് കിട്ടിയത്. മാർച്ചിൽ അത്യാവശ്യം ബിസി ആയിരുന്നു. ശനിയാഴ്ച പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ച പണിക്ക് ഇറങ്ങിയാൽ അത് ഓൾറെഡി OT-ആണ്. ഇപ്പോൾ 4 ശനിയാഴ്ച ഉള്ള ഒരു മാസമാണ്. കംപ്ലീറ്റ് വീക്കായിരിക്കണം. തിങ്കൾ മുതൽ ഞായർ വരെയാണ് ഒരു വീക്കായിട്ട് കൂട്ടുക. കംപ്ലീറ്റ് ഇതിനകത്ത് കുറേ കംപ്ലീറ്റ് വീക്ക് ഉണ്ട്. 1, 2, 3, 4. ഇത് 4 കംപ്ലീറ്റ് വീക്കാണ്. 3-ാം തീയതി തൊട്ട് 9-ാം തീയതി ഒരാഴ്ച ഫുൾ വീക്കാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഫുള്ളല്ല, ഇവിടെ ഒരാഴ്ച തികയില്ല. ഒരാഴ്ചയിൽ 4 ദിവസം 5 ദിവസം പണിയെടുത്താൽ 6-ാം ദിവസം കൂടി പണിയെടുത്താൽ അത് OT-ആണ്. 25% എക്സ്ട്രയാണ്. അങ്ങനെ പണിയെടുത്തിട്ടാണ് കിട്ടിയത്. അല്ലാണ്ട് ഈ 5.5 കഴിഞ്ഞിട്ട് പണിയെടുത്ത് ഇതൊക്കെ കുറവാണ് കേട്ടോ. ഏപ്രിൽ സാലറി 24 ദിവസമാണ് പണിയെടുത്തത്. 34 മണിക്കൂർ OT. 43,988 എന്നാണ് OTക്ക് കിട്ടിയത്. 2,26,964 എന്നാണ് ഗ്രോസ് സാലറി. അതിൽ 56,199 ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് 1,70,70,765 എന്നാണ് കേട്ടോ സാലറി ആയിട്ട് കിട്ടിയത്. നമുക്ക് മെയ് മാസത്തിൽ സാലറി നോക്കാം. മെയ് മാസം ബാക്കിൽ കാണുന്ന കലണ്ടറാണ്. ഇതിൽ കുറച്ചധികം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ടാവും. കാണുന്നുണ്ടല്ലോ അല്ലേ? മെയ് മാസത്തിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ വീക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഗോൾഡൻ വീക്ക് എന്ന് പറഞ്ഞാൽ പെയ്ഡ് ഹോളിഡേയ്സ് ആണ്. ഇതുണ്ടോ, 1, 2, 3. ഇത് 3 പെയ്ഡ് ഹോളിഡേയ്സ് ആണ്. മെയ് 4, 5, 6 പെയ്ഡ് ഹോളിഡേ. ഈ പെയ്ഡ് ഹോളിഡേ പണിയെടുത്താലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 35% എക്സ്ട്രാ കിട്ടും. അത് മോട്ടിവേറ്റാണ് കൂട്ടുക. 35. ഓക്കെ. മെയിലാണ് ഞാൻ ഇതുവരെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടിയതിട്ടാ. എന്നിട്ട് അത് കൂടാതെ കംപ്ലീറ്റ് വീക്ക് ഉണ്ട്. 1, 2, 3, 4 വീക്ക് കംപ്ലീറ്റ് ആണ്. ഈ 4 ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ 4 ദിവസം OT ആയിട്ടാണ് കൂട്ടുക. ഈ 4 ശനിയാഴ്ചയും OT ആയിട്ടാണ് കൂട്ടുക. ഈ 4 ശനിയാഴ്ച OT ആയിട്ട് കൂട്ടുമ്പോൾ ഈ 4 ശനിയാഴ്ച 25% എക്സ്ട്രാ കിട്ടും മിനിമം വേജിൻ്റെ. 1,034 25% കൂടും. ഏകദേശം 1,300 അടുത്ത് വരും തോന്നുന്നു. ഈ മാസം അത്യാവശ്യം തിരക്കായിരുന്നു. ഉരുളൻകിഴങ്ങൊക്കെ തീർക്കണമായിരുന്നു. ഒരു ദിവസം ഞാൻ ഞായറാഴ്ച പണിക്ക് ഇറങ്ങി വന്നിട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച കൂടി ഇറങ്ങിയുള്ളൂ. ഒരാഴ്ച കംപ്ലീറ്റ് വർക്കായതുകൊണ്ട് ഇതും 35% കിട്ടും. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് 35. അങ്ങനെ മൊത്തത്തിൽ ഓവറോൾ വർക്ക് കൂടുതലായിരുന്നു. പിന്നെ ഈ ഞായറാഴ്ച ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ചുഴലിയായിരുന്നു. ഇവിടെ ചുഴലിയായിരുന്നു. ഇപ്പോൾ 2 ദിവസം ലീവ് ആയതുകൊണ്ട് ഞാൻ 2 ദിവസം ലീവ് എടുക്കാമെന്ന് വെച്ചിട്ട് ഇവിടെയും പണിക്കിറങ്ങി. അപ്പോൾ 35ആണ്. ഇങ്ങനെയാണ്. അല്ലാതെ ഞാൻ ചത്ത് കടന്ന് ഈ 10 മണി വരെ ഞാൻ പണിയെടുക്കാറില്ല കേട്ടോ. തിരക്കാണ്. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒരു 8 മണി വരെയൊക്കെ നിൽക്കും. ഏറ്റവും 8 മണി വരെ 8 to 8 നിന്നിട്ടുണ്ട്. അത് ഒട്ടും പറ്റുന്നില്ല, എല്ലാവരും വയ്യാനായി തോന്നിയാൽ മാത്രം. അല്ലാണ്ട് ഞാൻ പണിയെടുക്കാറില്ല. 5:30, 6 മണിക്ക് ആകുമ്പോൾ ഞാൻ എസ്കേപ്പ് ആവും. ഞാൻ അവരുടെ സ്റ്റാഫല്ല. ജപ്പാൻകാരാണെങ്കിൽ എന്തായാലും 5:30 ഓടിയാണ്, നമ്മുടെ കുമിയയിലെ സ്റ്റാഫ്. ആ മാസം എന്ന് പറഞ്ഞത് 58 മണിക്കൂറാണ് ഓവർ ടൈം മാത്രം 75,038 കിട്ടി. ഗ്രോസ് സാലറി 2,58,262 ആണ് കേട്ടോ. 2,58,262 എന്നാണ് കിട്ടിയത് ഗ്രോസ് സാലറി. അതിൽ 57,445 ഡിഡക്ഷൻ പോയിട്ട്
2,817,000 എന്നാണ് ജാപ്പനീസ് എന്നാണ് കൈ കിട്ടിയത് കേട്ടോ. ഇൻഹാൻഡ് സാലറി ഏപ്രിൽ മാസം ബിസി ആയിരുന്നു. കാലണ്ടർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ബാക്ക്വേർഡ് അടിക്കുക, വീണ്ടും കേൾക്കുക. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ബാക്ക്വേർഡ് അടിക്കുക, വീണ്ടും കേൾക്കുക. ഓക്കെ, സോ അതാണ് 4ാമത്തെ മാസം സാലറി. ഇനിയാണ് ചെറിയ ട്വിസ്റ്റ് വരുന്നത്. ഇത് മെയ് അല്ലേ, ജൂണിൽ ഞാൻ പറഞ്ഞില്ലേ ചുഴലി 2 ദിവസം ഓഫായിരുന്നു. മൊത്തത്തിൽ കുറേ ഓഫായി വന്നു. ഏകദേശം 8 ദിവസത്തോളമൊക്കെ കാലാവസ്ഥ കാരണം ഓഫ് എടുക്കേണ്ടി വന്നു. കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കാരണം. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരാഴ്ച 40 മണിക്കൂർ പണിയെടുക്കണം. അത് റൂളാണ്. ഒരാഴ്ച 40 മണിക്കൂർ പണിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ, 40 മണിക്കൂർ തികഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ 5 ദിവസം ഇറങ്ങിയില്ലെങ്കിൽ, അപ്പോൾ 4 ദിവസം പണിയുള്ളൂ, 5-ാം ദിവസം ഇറങ്ങിയില്ലെങ്കിൽ ഇപ്പോൾ പെയ്ഡ് ലീവും കിട്ടിയിട്ടില്ല. 6 മാസം കഴിഞ്ഞാൽ പെയ്ഡ് ലീവ് കിട്ടുള്ളൂ, 10 ദിവസത്തെ പെയ്ഡ് ലീവ്. അത് 80% അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം ഈ 6 മാസത്തിൻ്റെ. ഈ 6 മാസത്തെ ഇപ്പോൾ ഞാൻ കയറിയത് ഫെബ്രുവരിയിലാണ്, ഓഗസ്റ്റിലാണ് 6 മാസം തികയുക. സോ ഈ ഫെബ്രുവരി തൊട്ട് ഓഗസ്റ്റ് വരെയുള്ള ടൈം പീരീഡിൽ 80% അറ്റൻഡൻസ് ഉണ്ടെങ്കിലാണ് 10 ദിവസത്തെ പെയ്ഡ് ലീവ് കിട്ടുക. സോ അതില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ലീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ സാലറി മൈനസിലേക്ക് പോകുന്ന ഒരു പ്രക്രിയയും കൂടി ഉണ്ട്. അതായത് ഒരാഴ്ചയാണല്ലോ, ഇവിടെ വീക്കിലി ആണല്ലോ വേജ്. ഒരാഴ്ച 40 മണിക്കൂർ പണിയെടുക്കണം, 5 ദിവസം 8 മണിക്കൂർ വെച്ച് 8×5 40. സോ ആ 40 മണിക്കൂർ തികഞ്ഞില്ല, അല്ലെങ്കിൽ 5 ദിവസം തികഞ്ഞില്ല എന്ന് വരുന്ന പക്ഷം, സപ്പോസ് ഈ ഒരാഴ്ച എടുത്തു, ഞായറാഴ്ച എപ്പോഴും ഉള്ള പോലെ ഓഫിൽ പോയി, മഴ കാരണം ലീവ് എടുത്തു, 1, 2, 3, 4 ദിവസം പണിയെടുത്തുള്ളൂ. ഇപ്പോൾ 32 മണിക്കൂറായിട്ടുള്ളൂ, 8 മണിക്കൂർ പണിയെടുത്തിട്ടില്ല. സോ ആ ദിവസം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം സാലറി മൈനസിൽ പോകും. അതായത് 1034 × 8 8000 സംതിങ് വരില്ലേ, അത് മൈനസിലോട്ട് പോകും ആദ്യം. പിന്നെ ഇന്ന് മഴയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലീവ് എടുത്തത്. എനിക്ക് പണിയെടുക്കണം, പക്ഷേ കാലാവസ്ഥ ശരിയല്ല, അല്ലെങ്കിൽ പണിയില്ലാത്തതുകൊണ്ട് ഞാൻ ലീവ് എടുത്താൽ എൻ്റെ കമ്പനി എനിക്ക് 60% തരും. ഇവിടെ എനിക്ക് 60% കിട്ടും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യം ഇത് 0ൽ നിന്ന് 60% ആഡ് ആവുകയല്ല ചെയ്യുന്നത്. ആ ദിവസം സാലറി മൈനസിലേക്ക് പോയിട്ട്, കാരണം ഗ്രോസ് സാലറി ഫിക്സ്ഡ് ആണ്, അതാണ്. അപ്പോൾ ഈ 8000 മൈനസിൽ പോയിട്ട് അതിൻ്റെ ഒരു 60% തിരിച്ചു വരും. സോ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മൊത്തത്തിലൊരു 8 ദിവസം ഓഫ് എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. ഓഫ് എടുത്തല്ല, ഇങ്ങനെ മഴ കാരണവും ചുഴലിക്കാറ്റ് കാരണവും പണിയില്ലാണ്ട് പോയതാണ്. സോ അങ്ങനെ വരുന്ന പക്ഷത്തിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ആഴ്ചയിൽ ഒരു ദിവസം ഓഫാണെങ്കിൽ സീനില്ല, കാരണം നമുക്ക് 5 ദിവസം പണിയെടുത്താൽ മതി. ആഴ്ചയിൽ 2 ദിവസമൊക്കെ മഴ വരുന്ന ദിവസമാണ് അത് മൈനസിലേക്ക് പോകുന്നത്. ഒരു ദിവസം പോയി കഴിഞ്ഞാൽ മൈനസിലേക്ക് പോകില്ല. പിന്നെ കമ്പാരിറ്റീവ്ലി OT കുറവായിരുന്നു ജൂണിൽ, പണിയില്ല, ഈ പോവൊക്കെ തന്നെയുള്ളൂ. 5:30 ആകുമ്പോഴത്തേന് തീരുമായിരുന്നു. അങ്ങനെ വരുന്ന പക്ഷത്തിൽ 8 ദിവസം ഓഫ് എടുത്തു. അപ്പോൾ മേടിച്ച സാലറി പറയാം. അതിൽ മൈനസിലേക്ക് പോയത് ഏകദേശം 2 ദിവസം, ഈ 8 ദിവസം ഓഫ് എടുത്തിട്ട് 2 ദിവസം മൈനസിലേക്ക് പോയിട്ടുണ്ട്. 16,544 മൈനസിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. -16,544 2 ദിവസത്തെ സാലറി. പിന്നെ OT എന്ന് പറയുന്നത് ആകെ 18 മണിക്കൂറുള്ളൂ, 23,827 yen. 22 ദിവസം പണിയെടുത്തിട്ടുള്ളൂ കേട്ടോ. ഓൺ ആൻ ആവറേജ് 25-26 പോണാണ്. 22 ദിവസം പണിയെടുത്തിട്ടുള്ളൂ. 1,99,947 ഗ്രോസ് സാലറി. അതിൽ നിന്ന് 55,064 yen ഡിഡക്ഷൻ പോയിട്ട് 1,44,883 yen ആണ് കഴിഞ്ഞ മാസം കിട്ടിയ സാലറി. ഫെബ്രുവരിയിലെ 10 ദിവസം കൂട്ടാണ്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ സാലറി മേടിച്ച് കഴിഞ്ഞ മാസമാണ്. അതിങ്ങനെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. സോ ഇതാണ് സാലറി ഓരോരോ പ്രിഫെക്ചറിൻ്റെയും നിങ്ങളുടെ കമ്പനീനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാനിപ്പോഴുള്ള കമ്പനിയിൽ ഞാൻ ഹാപ്പിയാണ്, അടിപൊളിയാണ്. അവർ നീ OT ചെയ്തേ തീരൂ അങ്ങനെ ഒരു നിർബന്ധമില്ല. അതേ സമയത്ത് ഞാനിപ്പോൾ ഈ അപ്പച്ചൻ്റെ കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ, ഉരുളൻകിഴങ്ങൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഗോവിന്ദയാണ്. പിള്ളേർ 10 മണി 10:30, ഇന്തോനേഷ്യക്കാർ രാത്രി 10:30 വരെയൊക്കെയാണ് പണിയെടുക്കണത്. അതാണ് അഗ്രികൾച്ചറൽ ഫിഷറീസിലും ചില റൂൾസ് ഒന്നും ബാധകമല്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ലീവ് എടുത്തിരിക്കണം എന്നൊരിത് ബാധകമല്ല. അത് ഡിപ്പെൻസ് ഓൺ ക്ലൈമറ്റ്, വെതറൊക്കെ ഇൻക്ലൂഡഡ് ആണ്. പണിയുള്ളപ്പോൾ ഫുൾ പണി, പണിയില്ലാത്തപ്പോൾ പണിയില്ല. അതാണ് ഈ 2 ഇൻഡസ്ട്രിയുടെ പ്രശ്നം. പിന്നെ ഞാൻ അവരുടെ സ്റ്റാഫല്ല, ഞാൻ വേറെ കമ്പനിയുടെ സ്റ്റാഫ് ആയതുകൊണ്ട് എനിക്ക് അത്ര ഫോഴ്സ് ഇല്ല. ഇല്ലെങ്കിൽ ഞാൻ ഈ പണിയും വെറുത്തു പോകും, ഞാൻ പണ്ട് ഇട്ടിട്ട് പോയേനെ.
പക്ഷേ ഉരുളൻകിഴങ്ങിൻ്റെ സമയത്ത് ഇന്തോനേഷ്യക്കാർ മര്യാദ പൈസ ഉണ്ടാക്കുന്നുണ്ട്. 3 ലക്ഷം എന്നൊക്കെയാണ് ഇൻ ഹാൻഡ് സാലറി. പക്ഷേ ടയറിങ് ആണ്, പട്ടിപ്പണിയാണ്. പൈസ മാത്രം ഉണ്ടാക്കുന്നതാണ് അവരുടെ ഉദ്ദേശം. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജാപ്പനീസ് yen എന്ന് പറഞ്ഞാൽ 100 ഇന്തോനേഷ്യൻ റുപ്പിയാണ്. 100 ടൈംസ് ആണ്. നമ്മളെപ്പോലെ ഒരു ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഒരു ഒരു ഇന്ത്യൻ റുപ്പിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ 0.5758 ഒക്കെയാണ്. ഈ കൊല്ലം ചെറുതായിട്ടൊന്ന് 0.60 വന്ന് വീണ്ടും 5.8 സോ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കൃത്യമായിട്ട് ലാംഗ്വേജ് പഠിക്കുക. പൈസ ഉണ്ടാക്കുന്നത് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ജപ്പാൻ ഒരു ഓപ്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഞാൻ പറയുന്നത് ഒരു സ്ലോ ലൈഫ്, ചത്ത് കിടന്ന് പണിയെടുക്കാണ്ട്, ഇവരെ പോലെ മരിച്ചു കിടന്ന് പണിയെടുക്കാണ്ട് ജോലീനെ ജോലിയായിട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്ര വലിയ പൈസ ഒന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പോലെ കൺസ്ട്രക്ഷനിൽ ഇതിലും കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, രാവിലെ 6 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി 10, 8, 9 തോന്നുമ്പോൾ വരിക, തോന്നുമ്പോൾ പോവുക, നൈറ്റ് കണ്ടിന്യൂ ഡേ. അങ്ങനെ പണിയെടുക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. പക്ഷേ കൺസ്ട്രക്ഷനിൽ പൈസ ഉണ്ടാക്കാം. പിന്നെ കുറച്ച് പ്രാന്തന്മാരുണ്ട് അങ്ങനത്തെ, ഇതിന് മുന്നത്തെ വീഡിയോയിൽ കുറേ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു കാര്യമാണ്, സാലറി പാർട്ടാണ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത്. അതും കൂടി ചെയ്തപ്പോൾ എനിക്കൊരു ചെറിയൊരു സമാധാനമുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരുത്തെ മെസ്സേജ് അയച്ചിട്ട് സാലറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ കൊണ്ട് അയച്ചു കൊടുത്താൽ മതിയല്ലോ. So okay, thank you for watching. See you in another video. Thank you so much. Signing off, Nandaro.